പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ ഈ പകൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കേൾവിക്കാരായ മുഴുവൻ ശ്രോതാക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചന ധ്യാനത്തിലേക്ക് നമുക്ക് കിടക്കാം. ദൈവം അതിനായിട്ട് നമ്മെ ഒരുക്കട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ബിനോയ് കുടുംബം എന്ന ഒരു സഹോദരൻ ദോഹയിൽ നിന്ന് ഈ എപ്പിസോഡിനെ സ്പോൺസർ ചെയ്യുവാൻ സംഗതിയായി നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ രാവിലെ ഈ സുവിശേഷ ഘോഷണത്തെ ഭൂതലം മുഴുവൻ അറിയപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ സുവിശേഷ പ്രഭാഷണത്തെ പങ്കാളിയായി കൂട്ടാളിയായി സഹകരിക്കുവാൻ സഹോദരൻ ബിനോയെയും കുടുംബത്തെയും ഒരുക്കിയതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ കാര്യങ്ങളിൽ ആ കുടുംബത്തെ പരമേൽപ്പിക്കുന്നു. അവരുടെ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായും ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. പേരായി എല്ലാ വിഷയങ്ങളിലും അവരെ അനുഗ്രഹിക്കണം, മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കാലാകാലങ്ങളിൽ ഓരോ യുഗങ്ങളിലും ഓരോ വിധങ്ങളിൽ മനുഷ്യന് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ഒരു പാത ഒരുക്കിക്കൊണ്ട് ദൈവം മനുഷ്യനോട് ഇടപെടുന്നു. ഇത് കൃപായുഗത്തിൽ AD കാലയളവിൻ്റെ ആരംഭ വർഷം മുതൽ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക ഇടപെടലിനെ കുറിച്ചുള്ള ഒരു പദമാണ് പുതിയ നിയമ ഉപദേശം. ആ ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്ന പേരായ ആ പുസ്തകം തുറക്കുമ്പോൾ അതിൻ്റെ ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവും രക്ഷിതാവുമായുള്ള യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം. ഇതൊക്കെ നമ്മൾ മുന്നേ എപ്പിസോഡുകളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇന്ന് നാം അതിൻ്റെ ഒരു ഭാഗത്തേക്ക് കടക്കുമ്പോൾ അതിൻ്റെ 8ാമത്തെ ഭാഗത്തിലേക്കാണ് നാം വരുന്നത്. എബ്രായലേഖനം 12-ാം അധ്യായം 25-ാമത്തെ വാക്യം: അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിലെ അരുളപ്പാടുകൾ അറിയിച്ചവരെ അത് ലംഘിക്കുമ്പോൾ തെറ്റൊഴിയാൻ കഴിയാറില്ല. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ അരുളപ്പാട് മാനുഷികമല്ലോ. അത് ജയിലായാലും വധശിക്ഷയായാലും താൽക്കാലികമായ ശിക്ഷയായാലും ശിക്ഷയുണ്ടല്ലോ. മറ്റൊന്ന്, ഈ ചെറിയ ജീവിതകാല പീരീഡ് കൊണ്ട് അത് അവസാനിക്കുമല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ നിരസിച്ചാൽ അത് ഒരു കാലവും പിന്നീട് നമുക്കതിൽ നിന്ന് ഉദ്ധാരണം പ്രാപിക്കാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടിനെ നാം അംഗീകരിക്കണ്ടേ, പാലിക്കണ്ടേ? 83-ാം സങ്കീർത്തനം 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലേ, കുറിവാക്യമായിട്ട് എഴുതിയിട്ടില്ലേ? ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയില്ലെന്ന്, എൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെട്ടത് ഞാൻ ഭേദം വരുത്തുകയെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഉടമ്പടി ചെയ്തിരിക്കുന്നു, എഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്നു, ഒരു കരാറ് പറഞ്ഞിരിക്കുന്നു.
ആ പുസ്തകത്തിൻ്റെ പേരല്ലേ യെശയ്യാ 34:16 പറയുന്നത് പോലെ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും പത്രോസേ പറഞ്ഞില്ലേ, 2 പത്രോസ് 1:20 പറഞ്ഞല്ലോ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മനുഷ്യനിഷ്ടത്താൽ വന്നതല്ല എന്നാദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. എത്ര മുന്നറിയിപ്പുകളാണ്! മുന്നറിയിപ്പ് ലംഘിച്ചാൽ അതിന് ശിക്ഷയുണ്ടെന്ന് താക്കീത് തന്നിരിക്കുന്നത്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാട് ലംഘിച്ചാൽ നാം എങ്ങനെ തെറ്റി ഒഴിയും? ആ തെറ്റി ഒഴിയും എന്ന ഒരു പദത്തിന് ഇബ്രാഹിം 2-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം നോക്കിയാൽ, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? പ്രൈസ് ദി ലോർഡ്. സാധ്യമല്ല. 5.5 പതിറ്റാണ്ട് മുമ്പ് ദൈവം എനിക്കത് വെളിപ്പെടുത്തിയത് കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സന്തുഷ്ടനാണ്. എനിക്ക് കുടുംബമുണ്ട്, തലമുറകളുണ്ട്, അതിൻ്റെയും തലമുറകളുണ്ട്. ഞങ്ങൾ കുറ്റം തീർന്ന മനുഷ്യർ എന്നല്ല, അത് യേശു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഞങ്ങളും ആ അരുളപ്പാടിനെ അനുകരിക്കുന്നവരും അനുസരിക്കുന്നവരും അനുഗമിക്കുന്നവരും അറിയുന്നവരും അതിൽ ബഹുമാന പുരസ്സരം തലകുനിച്ച് ആമേൻ പറയുന്നവരുമാണ്. സ്തോത്രം. ലോകത്ത് അധികമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ലോകം പകർച്ചവ്യാധിയുടെ കഠിനപിടിയിലായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഇത് ഒരു മാരക പ്രശ്നമാണ്. ലോകത്തെ മുഴുവൻ മനുഷ്യരെയും തളച്ച ഒരു ചങ്ങലയാണ്. ഇരിക്കട്ടെ, ഇതിൻ്റെ ഒന്നും മുമ്പിൽ ഇളകാതെ പതറാതെ കലങ്ങാതെ കുലുങ്ങാതെ ഉള്ള ബലത്തിൽ സ്റ്റാൻഡ് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് അരുളപ്പാടിനെ പിൻപറ്റുന്നവർ. അത് നിൽക്കട്ടെ. അപ്പോൾ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഈ രക്ഷയ്ക്ക് എന്താണ് ഇത്ര ഒരു ഊന്നൽ കൊടുക്കുന്ന ഉച്ചാരണം? പ്രിയരേ, വിദ്യാർത്ഥിക്ക് അധ്യാപകൻ വേണം. ഹെഡ് മാസ്റ്ററുടെ കൊച്ചിനും അധ്യാപകൻ വേണം. വിദ്യാഭ്യാസ മന്ത്രിയുടെ കൊച്ചിനും അധ്യാപകൻ വേണം. എന്ന പോലെ ആത്മീയ കാര്യങ്ങൾ അറിയാൻ അധ്യാപകൻ്റെ ആവശ്യമുണ്ടെന്ന് യേശു പറഞ്ഞല്ലോ. അതെന്താണ്? കുരുടനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴുമെന്ന് യേശു പറഞ്ഞില്ലേ? അപ്പോൾ നിങ്ങളെ നടത്തുന്നവരാരായിരിക്കണമെന്നും എന്തായിരിക്കണമെന്നും എങ്ങനെയുള്ളവരായിരിക്കണമെന്നും ഒക്കെ ഈ സ്കെയിൽ വെച്ച് നിങ്ങൾ നോക്കുക. സകല മനുഷ്യർക്കും വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് തയ്യാറാക്കി തന്ന ദൈവവചനം എന്ന സ്കെയിൽ വെച്ച് നിങ്ങൾ നോക്കുക. സ്തോത്രം. ഇതിൻ്റെ ഗുരുനാഥനായ ഒരാളോട് കൗൺസിലൊക്കെ ചെയ്യുന്ന ഒരാളോട് തൻ്റെ ഗ്രൂപ്പിലുള്ള ഒരാൾ ചെന്ന് ചോദിച്ചു, സാറേ, എനിക്കൊരു സംശയം. എന്താണ് ചായ? അത് ഇനി ഒരു യാഗവും ആവശ്യമില്ല എന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ സാറേ. എന്നിട്ട് നമ്മൾ ആഴ്ചതോറും ബലി കഴിക്കുന്നത് എന്താണ്? സാറിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നെന്നാ പറഞ്ഞ്, എൻ്റെ അച്ചായ,
ഇത്ര വലിയ ഗ്രന്ഥക്കെട്ടൊക്കെ പരിശോധിച്ച് അതിൻ്റെ കൃത്യമൊക്കെ നോക്കാൻ ആരെക്കൊണ്ട് പറ്റും? അന്ന് അച്ചായൻ അത് വിട്ടു. അച്ചായനൊരു കാര്യം മനസ്സിലായിരുന്നു. എന്നോട് നേരിട്ട് പറഞ്ഞതാ, കേട്ടതല്ല, ഒരു സ്റ്റോറി പറയുന്നതല്ല. ഇവർക്ക് ഈ പുസ്തകത്തിലെ കാര്യം ഒന്നും അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനത് വിട്ടു. ഇത്രയും അച്ചായന് പറയാനാണ്. ഞാൻ വിടുന്ന കാര്യവും നിൽക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്. ഇത്ര വലിയ രക്ഷയെന്ന് പറയാൻ കാരണം തുല്യം ചൊല്ലാൻ മറ്റൊന്നില്ല. ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയാൽ, അത് ആത്മാവ് വിട്ടാൽ പിന്നെ ഒന്നും ചെയ്യുവാൻ ഭൂമിയിൽ ആർക്കും കഴിയുകയില്ല. ഭൂമിയിലുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പോയവർക്കും കഴിയുകയില്ല. ഇത്ര വലിയ രക്ഷയെന്ന് പറയാൻ കാരണം അത്ര മഹത്തായ, ഉന്നതമായ, ശ്രേഷ്ഠമായ, മഹിമയുള്ളതായ ഒരനുഗ്രഹത്തിനാണ് ആ പേരിട്ടത്. മറ്റൊന്ന്, ഏറ്റവും വലിയവൻ തരുന്ന ഒരു രക്ഷയായതുകൊണ്ടാണ് ഇത്ര വലിയ രക്ഷ എന്ന് പറയാൻ കാരണമായത്. വലിയവൻ ദൈവം. നിസ്സാരമായി തള്ളല്ലേ. ഭൂമിയിൽ നിന്ന് അരുളി ചെയ്തവരെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ, സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നിരസിച്ചാൽ നാം എങ്ങനെ തെറ്റി ഒഴിയും? സ്തോത്രം, സ്തോത്രം. യോഹന്നാൻ 7 സുവിശേഷം 7:16 വായിച്ച്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അപ്പോൾ ഉപദേശമുണ്ട്, ദൈവത്തിന് ഉപദേശമുണ്ട്. ആ ഉപദേശം യേശുവിനെ കൊടുത്തു. യേശു ആ ഉപദേശം ഇവിടെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ശിഷ്യന്മാർ യേശുവിനെ സഭയ്ക്ക് കൊടുത്തു. സഭ ലോകത്തിന് കൊടുക്കുന്നു. അതിൻ്റെ കേന്ദ്രസ്ഥാനം, ഉത്ഭവം ദൈവത്തിൽ. എൻ്റെ ഉപദേശം എൻ്റേതല്ല. യഹൂദന്മാർ യേശുവിനെ സംശയിക്കുകയും പല നിരൂപണങ്ങൾ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ യേശു പറഞ്ഞാണ്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, അത് ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതത്രേ. യോഹന്നാൻ 8:27 നോക്കിയാട്ടെ. പിതാവിനെ കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു പിതാവിനെ കുറിച്ച് പറയുന്നു, കേൾക്കുന്നവർ ഗ്രഹിച്ചില്ല. യേശുവിന് പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടോ? കേൾക്കുന്നവരെ വിവേചിക്കാൻ കഴിയാഞ്ഞിട്ടോ? ഇതൊന്നും സ്വീകരിക്കുവാനോ കൈക്കൊള്ളുവാനോ അതിനൊത്തവണ്ണം ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തുവാനോ കേൾവിക്കാർക്ക് മനസ്സില്ല. അന്വേഷിപ്പീൻ, കണ്ടെത്തും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ നൈമിഷിക ജീവിതത്തിന് വേണ്ടി നിങ്ങളുടെ ശരീരത്തിലുള്ള വിലപ്പെട്ട ആത്മാവിനെ തൊലച്ചു കളയരുത്. നരകത്തിൽ നിന്ന് പൊക്കാൻ പാപി നരകത്തിലേ പോകൂ. കൺവെൻഷനിലും പരസ്യങ്ങളിലൊക്കെ ഞങ്ങൾ പറയാറുള്ള പദം ടി വിയിൽ പറയാറില്ല. ഓർമ്മ വന്നുകൊണ്ട് ഒരു പദം പറയുകയാണ്. പാവി വചനപ്രകാരം രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ എരിയാനുള്ള വിറക. അതുകൊണ്ട് ഇത് ഗ്രഹിക്കണം. ദൈവത്തിൽ നിന്ന് വന്നതാ, അവിടുന്ന് കൊണ്ടുവന്നതാ. അവൻ്റെ പേര് യേശു. യേശു അപ്പോസ്തലന്മാരെ ഭരമേൽപ്പിച്ചു. അപ്പോസ്തലന്മാർ സഭയെ ഭരമേൽപ്പിച്ചു. ക്രമാനുഗതമായി അടുത്ത എപ്പിസോഡിൽ കേൾക്കാതെ ഞാൻ പറയുമ്പോൾ, കാടടിച്ച് വെടിവെച്ച് പടപ്പേ തരുന്ന പണിയല്ല ഇത്. ഒരു പഴങ്കഥ ബൈബിളിൽ നിന്നെടുത്ത് ഒരു സ്റ്റോറി പറഞ്ഞ് സമയം കളയുന്നതല്ല ഇത്. ഇത് വിലപ്പെട്ടതും കനപ്പെട്ടതുമായ ഇത്ര വലിയ രക്ഷ ഗ്രഹിക്കണം. ഇല്ലെങ്കിൽ ആർക്ക് നഷ്ടം?
ആർക്ക് നഷ്ടം? യോഹന്നാൻ 14:6 എന്താ പറയുന്നത്? ആർക്ക് നഷ്ടം? യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എൻ്റെ യുക്തിക്കും ബുദ്ധിക്കും കുസൃതിക്കും ഒത്തവണ്ണം ഞാൻ പലപ്പോഴും ചോദിച്ചു ഈ കാര്യം ദൈവത്തോട്. പിതാവിനടുക്ക് എത്തുന്നില്ല, ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഞാൻ അങ്ങോട്ട് വരുന്നില്ല, കഴിഞ്ഞില്ലേ? പിന്നെ അങ്ങയുടെ പറയാമെന്നുള്ള നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്ത് ദൈവത്തെങ്കിലേക്കുള്ള വഴിയുമില്ല, ദൈവത്തെങ്കിലേക്കുള്ള സത്യവുമില്ല, ദൈവത്തെങ്കിലേക്ക് വരാൻ ആത്മീക ജീവനുമില്ല. അതാ ഞാൻ തന്നെ. ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വചനം ശുശ്രൂഷിച്ചിടത്തല്ല, കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒരു വാക്കിൽ പറയുകയാണ്, 43 വർഷം നിരന്തരമായി രാപ്പകലില്ലാതെ വണ്ണം ഒരു ദിവസം 3-4 പ്രാവശ്യം ദൈവവചനം ശുശ്രൂഷിച്ചിടത്തെല്ലാം വചന സത്യത്തിൽ ജനത്തെ ഉറപ്പിച്ചിട്ടുണ്ട്, അഥവാ പറഞ്ഞ് ഗ്രഹിപ്പിച്ചിട്ടുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞു, ഇത് നീ സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ എന്ന്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം 2 തിമോത്തിയോസ് 2:15 വായിച്ചേ. 2 തിമോത്തിയോസ് 2:15. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കണമെങ്കിൽ സത്യം പറയണമെന്ന്. സത്യം യേശുവാണെന്ന്, സത്യം വചനവുമാണെന്ന്. അതിനൊരു പ്രോപ്പർ ചാലുണ്ട്, അതിനൊരു നേർ വഴിയുണ്ട്. ആ വഴിയെ പറയണമെന്ന്. അവൻ ദൈവത്തിന് കൊള്ളാകുന്നവനാണെന്ന്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഈ 4 പതിറ്റാണ്ടിലധികമുള്ള കാലം ധാരാളം സന്ദേശങ്ങൾ വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യർക്ക് പ്രസാദവും മനുഷ്യർക്ക് കൊള്ളാകുന്നതും എന്ന നിലയിൽ അപ്പുറത്തേക്ക് എത്രത്തോളം പോയിട്ടുണ്ടെന്ന് അവർക്ക് തന്നെ വിലയിരുത്തട്ടെ. എൻ്റെ വിഷയം അതല്ല. അപ്പോൾ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുന്നു. ഇനി നിരസിച്ചവരെക്കുറിച്ച് എബ്രായർ 2-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിക്കണം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അപ്പം ഇവിടെ പഴയ നിയമകാലത്തെ 2 ചരിത്ര വസ്തുതകൾ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു. അത് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. ആ സ്ഥിരമായിരിക്കേണ്ടതായ ദൈവിക അരുളപ്പാട് അറിയിച്ച ദൂതന്മാരുടെ വചനത്തെ തള്ളിയവർ, ശ്രദ്ധിക്കാതിരുന്നവർ ഇതിനെക്കുറിച്ച് പറയാണ്. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം കൊടുത്തു എങ്കിൽ, അപ്പോൾ ദൈവത്തിൻ്റെ പക്കൽ എന്തേ ഉള്ളൂ? ന്യായമേ ഉള്ളൂ. അന്യായമില്ല, മുഖപക്ഷമില്ല. വലിയവനെന്നും ചെറിയവനെന്നും കറുത്തവനെന്നും വെളുത്തവനെന്നും പുരുഷനെന്നും സ്ത്രീയെന്നും വ്യത്യാസമില്ല. ന്യായമായ പ്രതിഫലം കൊടുത്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ രക്ഷ, ഇത്ര വലിയ രക്ഷയുടെ കാരണം കർത്താവ് പറഞ്ഞു തുടങ്ങിയ രക്ഷയായതുകൊണ്ടാണ്. കർത്താവ് പറഞ്ഞു തുടങ്ങിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ
അപ്പോൾ ഈ ന്യായമായ പ്രതിഫലം ലഭിച്ച രണ്ടുപേരെ ഞാനൊന്ന് തൊട്ട് പറയാം. പഴയ നിയമത്തിൽ നിന്ന് ഒരാളും പുതിയ നിയമത്തിൽ നിന്ന് ഒരാളും. പഴയ നിയമത്തിൽ നിന്ന് ഒരാളെന്ന് പറയുന്നത് ലോത്തിൻ്റെ ഭാര്യയാണ്. അത് 3 കാര്യം ദൈവം ലോത്തിനോട് പറഞ്ഞു. 3 കാര്യം ഞാൻ ഓരോ വാക്കിൽ പറയാം. 1, ഞാൻ സോദോം ഗോമോര നശിപ്പിക്കുന്നത് കൊണ്ട് നീ ഇവിടുന്ന് ഓടിപ്പോണം. 2, വഴിയിലെങ്ങും നിൽക്കരുത്. 3, പുറകോട്ട് നോക്കരുത്. പല വർഷങ്ങളായിട്ട് വെച്ചുണ്ടാക്കിയ കുഴിക്കൂറുകളൊക്കെ അവിടെ ഉണ്ട്, തോട്ടമുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ കഥയോടെ കിടക്കട്ടെ. ഓരോരോ ലംഘനത്തിലെന്ന് പറയുന്നതല്ലേ നമ്മുടെ വിഷയം. ഈ 3 കാര്യം പറഞ്ഞു. അവരവിടെ നിന്ന് ഓടി. പോണ വഴിക്ക് ഒരാളൊന്ന് തിരിഞ്ഞു നോക്കി. അത് ലോത്തിൻ്റെ ഭാര്യയാണ്. ആ പുള്ളിക്കാരുടെ പേര് പോലും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞു, ലോത്തിൻ്റെ ഭാര്യ ഓർത്തുകൊള്ളു എന്ന്. ഇറങ്ങിയേച്ച് പുറകോട്ട് നോക്കുന്നവരുടെ കാര്യം യേശു പറഞ്ഞു, കലപ്പയ്ക്ക് കൈ വെച്ചിട്ട് പുറകോട്ട് നോക്കരുത്, ദൈവരാജ്യത്തിൽ കത്തത്തില്ല. അപ്പോൾ ഓരോരോ ലംഘനത്തിനും അവൾ 2 കാര്യം ചെയ്തു. 1 ഓടിപ്പോയി, 1 അനുസരിച്ച് പുറപ്പെട്ടു. പക്ഷേ പുറകോട്ട് നോക്കി, ഒരെണ്ണം ലംഘിച്ചുള്ളൂ. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേട് ന്യായമായ പ്രതിഫലം അവൾ കൊടുത്തു. നോക്കുക. 2-ാമത്തെ പുതിയ ആൾ സക്കറിയ പുരോഹിതൻ. ലൂക്കോസ് 1-ാം അധ്യായം നോക്കുമ്പോൾ അദ്ദേഹം ഒരു നിർമ്മലനായൊരു ദൈവഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതെ. പക്ഷെ അദ്ദേഹം അവർക്ക് മക്കളില്ലാതിരുന്നപ്പോൾ വാർദ്ധക്യത്തിലായ സമയത്ത് ദൈവദൂതൻ വന്ന് പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സദൃത്വമാനം അറിയിപ്പാൻ ദൈവം എന്നെ അയച്ചിട്ട് വന്നതാണ്. നിൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, നീ അവന് യോഹന്നാനെന്ന് പേർ വിളിക്കണം. ഓക്കെ, ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സക്കറിയ ഒരു കൊച്ചു സംശയം ചോദിച്ചു. ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് നിന്നവളുമല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞു, തക്ക സമയത്ത് സംഭവിപ്പാനുള്ള എൻ്റെ വാക്ക് നീ വിശ്വസിക്കായികയാൽ അത് സംഭവിക്കും നാൾ വരെ നീ ഊമനായിരിക്കട്ടെ. ഇതാണ് ദൂതൻ മുഖാന്തരം അരുളി ചെയ്തതിനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ കർത്താവ് പറഞ്ഞു തുടങ്ങിയത് കേട്ടവർ ഉറപ്പിച്ചു തന്നതും പരിശുദ്ധാത്മാവിനെ നിലയെക്കൊണ്ട് സാക്ഷി നിന്നതും ആയ അത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അതുകൊണ്ട് നമുക്ക് ഈ ചിന്ത ഈ പകൽ ഇവിടെ ചുരുക്കാം, അവസാനിപ്പിക്കാം. കാര്യം വല്ലതും മനസ്സിലായോ? അരുളി ചെയ്തവനെ നിരസിച്ചാൽ രക്ഷപ്പെടാൻ വേറെ പോം വഴി ഇല്ല. നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ നന്മ ഭാഗമായി കൈവശപ്പെടുത്തി ആള് കളിക്കുന്ന ആൾക്കാരാരും നമുക്ക് ജാമ്യം നിൽക്കത്തില്ല. ജാമ്യം അവിടെ ആവശ്യവുമില്ല. മറിച്ച് നമ്മെ മെനഞ്ഞുണ്ടാക്കി ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിനെയും തന്ന് ഈ പ്രവൃത്തിയെല്ലാം ചെയ്ത് അങ്ങനെ രക്ഷ തന്ന ഞങ്ങൾ പറയും, സ്വന്തം പുത്രനെ ആദരിക്കാതെ കാൽവറി ക്രൂശിൽ ഈ കള്ളന്മാരുടെ മധ്യത്തിൽ കൊന്നൊരുക്കി തന്ന് രക്ഷ BC എന്നും AD എന്നുമുള്ള ചരിത്രത്തിൻ്റെ മധ്യത്തിൽ, പ്രായത്തിൻ്റെ മധ്യത്തിൽ, ന്യായപ്രമാണത്തിനും കൃപായുഗത്തിനും മധ്യത്തിൽ ഇത്ര വലിയ രക്ഷ ഒരുക്കി തന്ന അരുമനാഥനായ യേശുക്രിസ്തുവിനെ കിട്ടിയിട്ടും കണ്ടിട്ടും വിശ്വസിക്കുന്നു പറഞ്ഞിട്ടും ഇന്നും എപ്പോഴും പ്രശ്നത്തിൻ്റെ നീർച്ചാലിൽ കൂടെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവരെ പോലെ കിടന്നുരുളുന്ന കഷ്ടപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ കാണുമ്പോൾ ഹൃദയത്തിൻ്റെ വേദന കൊണ്ട് പറയുകയാണ്, നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് ചാരുക, യേശുക്രിസ്തുവിലേക്ക് വരിക. നിങ്ങൾ പഠിച്ചതോ നിങ്ങൾ പരിചയിച്ചതോ എല്ലാം ആത്മീകമായിരിക്കണമെന്നില്ല.
സ്വീകരിക്കാൻ കഴിയാത്തതും ത്യജിക്കേണ്ടതുമായ ഒരുപിടി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് കളഞ്ഞിട്ട് കർത്താവെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് കണ്ണടച്ച് കൈകൂപ്പി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്ന് കർത്താവ് പറഞ്ഞു തരും. ഇത്രയും ചെയ്തവൻ ഇതും കൂടെ ചെയ്യാതിരിക്കുമോ എന്നാണ് ദൈവം ചോദിച്ചത്. സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും തരാതിരിക്കുമോ? ഉവ്വ്. അതിനായി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഒരുക്കട്ടെ. ചോദിച്ചു വാങ്ങാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ നാഥനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ പകൽ വചനം കേട്ടവരായ സകല മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരേതെല്ലാം പ്രയാസമേഖലയിൽ കൂടെ കടന്നു പോകുന്നുവോ ദൈവമേ, അവരെ അങ്ങയിലേക്ക് തിരിച്ചു വരുത്തണമേ. അവരെ യഥാസ്ഥാനപ്പെടുത്തണമേ. അവരുടെ വേദനയിൽ നിന്ന്, യാതനയിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, അവരായിരിക്കുന്ന ഏതൊരു പ്രതിസന്ധിയിലും നിന്നും അവരെ വിടുവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി അവരെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി ദൈവകരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. അങ്ങനെ ജീവിപ്പിക്കും, അങ്ങനെ ജീവിപ്പിക്കും, അങ്ങനെ ജീവിപ്പിക്കും, അങ്ങനെ ജീവിപ്പിക്കും. ഈ മരുയാത്രയിൽ തളർന്നിടാതെ അങ്ങനെ ജീവിപ്പിക്കും. ഈ മരുയാത്രയിൽ തളർന്നിടാതെ അങ്ങനെ ജീവിപ്പിക്കും.